ഇന്ന് കറി വെക്കാനായിട്ട് അയല കൊണ്ടുവന്നത് അത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ അതിനകത്തുനിന്ന് പകുതി എടുത്ത് ഞാൻ വറക്കാനായിട്ടും തിരുമ്മി വെച്ചു കേട്ടോ. പിന്നെ ഇത് കക്കയിറച്ചിയും ഉണ്ടായിരുന്നു. കക്കയിറച്ചി പൊടികളും ചേർത്ത് വെള്ളമൊഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചു. അയല അപ്പം തന്നെ ഞാൻ വറക്കാനും ഇട്ടു. പിന്നെ ഈ മുട്ട കാണിക്കുന്നത് എനിക്ക് വിശന്നു, അപ്പോൾ പുഴുങ്ങിയ മുട്ട എടുത്ത് കഴിച്ചതാണ്. പിന്നെ നമ്മുടെ കക്കയിറച്ചിയിലെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും നമ്മുടെ അയല കറി വെക്കാനുള്ള തേങ്ങ ഞാൻ റെഡിയാക്കി. ഇത്രയും തേങ്ങ നമുക്ക് ആവശ്യമില്ല കേട്ടോ കറിക്ക്, കക്കയിറച്ചിക്കും കൂടി ആവശ്യമുള്ളതായിരുന്നു. പിന്നെ തേങ്ങ വേഗം തന്നെ പച്ചത്തേങ്ങ അരച്ചു നമ്മൾ കുടംപുളിയാക്കിയിട്ട് അയല വെച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന വെണ്ടയ്ക്ക് ഇതുവരെ എടുത്തില്ല, ഒരാഴ്ചയായി കൊണ്ടുവന്നിട്ട്. അപ്പോൾ അത് വേഗം തന്നെ നീളത്തിൽ തന്നെ ചെറുതാക്കി അരിഞ്ഞ് പിന്നെ ഉള്ളിയും ചതച്ചമുളകൊക്കെ ചേർത്ത് അത് വേഗം തന്നെ ഒലത്താനായിട്ട് വെച്ചു. നാടനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര സോഫ്റ്റായിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്കത് വെന്തും കിട്ടി കേട്ടോ. പിന്നെ അടുത്തൊരു ചട്ടിയിൽ നമ്മൾ കടുകും തേങ്ങയൊക്കെ മൂപ്പിച്ച് കക്കയിറച്ചി അത് നമ്മൾ ഒലത്തിയല്ല തോരനാണ് വെച്ചത്, തോരനായിട്ട് എടുത്തു നമ്മൾ. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ഇതായിരുന്നു കറി, ഇന്ന് ഉണ്ടാക്കി ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കറി. അതിൽ അത്ര മോശമൊന്നും അല്ലായിരുന്നു, ഏതായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.